ഗുഡ് മോർണിംഗ് ആൾ. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് വാഗമണ്ണുള്ള പല്ലേറ്റീവ് റിസോർട്ടിലാണ്. വെക്കേഷനായിട്ട് വെറുതെ ഒന്ന് കറങ്ങാനായിട്ട് വന്നതാണ്. വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാത്തൊരു ട്രിപ്പായിരുന്നു. അപ്പം ഞാൻ ഇവിടുത്തെ റിസോർട്ടും കാര്യങ്ങളുമൊക്കെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഈ കാണുന്നതാണ് റിസോർട്ടിൽ നിന്ന് വരുന്ന വ്യൂവും കാര്യങ്ങളും ഒക്കെ. ബെഡ്റൂമിൽ നിന്ന് ഇത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ കുറേ റിസോർട്ടും ഹോട്ടൽസും ഒക്കെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. നല്ല ഗ്രീനറി ഒക്കെ ആയിട്ട് ഇവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആയിത്തേട്ടോ, ഹായ്. രണ്ട് ബ്ലോക്കിലായിട്ടാണ് ഈ റിസോർട്ടിൻ്റെ ബെഡ്റൂമും കാര്യങ്ങളും ഒക്കെ വരുന്നത്. എല്ലാ കാറ്റഗറിയിലുള്ള റൂംസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് ഒരു റിസോർട്ടിൻ്റെ ഒരു ഫുൾ വ്യൂ ആണ് ഈ കാണുന്നത്. അടുത്തായിട്ട് പോകുന്നത് സ്വിമ്മിംഗ് പൂളിലോട്ടാണ്. 7 AM to 7 PM വരെ ടൈമുള്ളൂ. അപ്പോൾ ഇന്നലെ വൈകിട്ട് തന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂളൊക്കെ യൂസ് ചെയ്തായിരുന്നു. ഇവിടുന്ന് വരുമ്പോൾ കാണുന്ന സീനറിയും കാര്യങ്ങളും ഇതാണ്. പൂളിൽ നിന്ന് നോക്കുമ്പോൾ ചെക്കൗട്ട് ടൈം ആയതുകൊണ്ട് തന്നെ ആയിരിക്കും അധികം ആൾക്കാരൊന്നും കാണുന്നില്ല ഇവിടെ. ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഈ മലയുടെ 2 മല അപ്പുറത്തായിട്ട് ഇന്നലെ ഒരു പുലിയെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന്. ഇതാണ് നമ്മളുടെ ഹോട്ടൽ സ്റ്റേയും റൂമിൽ നിന്നുള്ള വ്യൂവും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ചെക്കൗട്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി അടുത്ത പ്ലേസ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എങ്കിൽ പിന്നെ ഞങ്ങൾ നേരെ അഡ്വഞ്ചർ പാർക്കിൽ പോകാമെന്ന് ഓർത്ത് ഇവിടേക്ക് വന്നു. അപ്പോൾ ഇവിടെ ആദ്യം ഒരു എൻട്രൻസ് ടിക്കറ്റ് എടുത്തതിന് ശേഷം വേണം അടുത്ത റൈഡിലൊക്കെ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളപ്പോൾ ഇവിടെ നിന്ന് എൻട്രൻസ് ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽക്കുക. അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവാം. നല്ല വെയിലും ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ അത്ര പ്രശ്നമൊന്നും തോന്നുന്നല്ലോ. അങ്ങനെ അടുത്തായിട്ട് ഞാനും എത്തിയിട്ടുള്ളൂ സിപ്പ് ലൈനിൽ കയറാൻ പോവാണ്. ഇത് കഴിഞ്ഞിട്ട് 150 ഞങ്ങൾക്ക് ബ്രിഡ്ജിൽ കയറാനായിട്ട് ടൈം അലോട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ടൈം അലോക്കേഷനൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. രണ്ടുപേരുടെ മുഖത്ത് നല്ല ചിരിയാണെങ്കിൽ നല്ല പേടിയുണ്ടായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്ക് ഇതിനകത്ത് കയറാനായിട്ട്. അങ്ങനെ വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണമെന്ന്. അങ്ങനെ അത് നടന്നു കിട്ടി. ആദ്യം നല്ല പേടിയായിരുന്നു, മഴയുള്ളതുകൊണ്ട് തന്നെ തെന്നി വീഴുമോ എന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ലായിരുന്നു, നല്ല രസമായിരുന്നു സീനറിയും കാര്യമൊക്കെ. ഞങ്ങളങ്ങനെ ബ്രിഡ്ജിലൊക്കെ കയറിയിട്ട് തിരിച്ചു പോവുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. ഈ സുട്ടുവിനെ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇത്രയും മല കയറണം. ഇങ്ങോട്ട് വായിത്തോട്ടെ, സുട്ടുവിനെ പിടിക്കുക. സുട്ടുവിനറിയാം അമ്മേനെ കൊണ്ട് പറ്റത്തില്ല, അത് കാരണം ഞാൻ എടുക്കണം. അയ്യോ, ഇത് ഇത്രയും കയറണം. ഞങ്ങളുടെ അമ്മ എങ്ങനെ ഇത് കയറുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സുട്ടു ടാറ്റാ, സുട്ടു ടാറ്റാ ടാറ്റ. മഴയായതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ വേറെ റൈഡിലൊന്നും കയറാൻ നിന്നില്ല. പിന്നെ പെട്ടെന്ന് തിരിച്ചു പോന്നു. അവിടെ ഒരു ഫ്ലവർ ഗാർഡൻ ഉണ്ടായിരുന്നു, അത് കാണാനായിട്ട് പറ്റിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഓരോ നിമിഷവും ഫോൺ താഴെ പോകുന്നുള്ള പേടിയിലാണ് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്.